സഹോദരി സഹോദരന്മാരെ, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികളുടെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി. നമുക്കറിയാം, 2021 മെയ് മാസത്തിലാണ് ഇപ്പോഴുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ 4ാം വർഷം പൂർത്തിയാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 2021 മെയ്യിൽ വന്ന ആ ഗവൺമെൻറ് അതിനു മുൻപുള്ള ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന നിലക്ക് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് തുടർ ഭരണം LDFന് സമ്മാനിച്ചതായിരുന്നു. അങ്ങനെ നോക്കിയാൽ 2016 മെയ്യിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ, അപ്പോൾ LDF സർക്കാരിൻ്റെ തുടർച്ചയായ ഭരണത്തിൽ 9 വർഷം കേരളം പിന്നിടുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രഭാതയോഗം എന്ന നിലക്ക് ഒരു പരിപാടി വെച്ചിരുന്നു. അതിൽ ജില്ലയിലുള്ള വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്ന നിലയാണുണ്ടായത്. അതിപ്പോൾ 11 ജില്ലകളിൽ നടന്നു കഴിഞ്ഞു. ആ പരിപാടി നല്ല പങ്കാളിത്തമാണ് എല്ലായിടവും കണ്ടത്. ഇതിനിടയ്ക്ക് നമ്മുടെ രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലായപ്പോൾ പരിപാടിക്കൊരു ഇടവേള വേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും മാറ്റിവെക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. പക്ഷെ അതിവേഗം നമ്മുടെ രാജ്യം സാധാരണ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പഴയ പരിപാടികൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന നിലപാടെടുത്തു. മാറ്റിവെക്കപ്പെട്ട പരിപാടികളിൽ ഒരു ജില്ലയിലെ പ്രഭാത യോഗവും വൈകുന്നേരത്തെ റാലിയും, ഇതുപോലുള്ള സംസ്ഥാനതല പരിപാടിയിൽ 2 എണ്ണവും മാറ്റിവെക്കേണ്ടി വന്നു. അത് ഈ ഘട്ടത്തിൽ തന്നെ നടത്തി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിലുള്ള പങ്കാളിത്തമാണ്. ഇന്നലെ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ ഒരു സംഗമമുണ്ടായിരുന്നു. അതിൽ ശാസ്ത്രജ്ഞർ, പണ്ഡിതർ, വിവിധ തുറകളിലുള്ള അക്കാഡമിഷ്യൻസ്, പ്രൊഫസർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെ വിവിധ തുറകളിലുള്ള പ്രൊഫഷണലുകളായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തിന് ചെറിയ പരിമിതി ഉണ്ടായി. ഈ
ഇപ്പോഴത്തെ കാലത്ത് ഹോളൊക്കെ കിട്ടാനുള്ള പ്രയാസം കാരണം വലിയ സൗകര്യമുള്ള ഹോള് ലഭ്യമായില്ല. അതാണ് ഇവിടെ പലരും ഈ ഹാളിൽ നിൽക്കേണ്ടി വരുന്നത്. ഇത്രയോ ഇതിലധികമോ ആളുകൾ ഹാളിന് പുറത്തുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ അതിനെ പറ്റിയൊരു ക്രമീകരണം സംഘാടകർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇനിയും എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതുപോലൊരു യോഗം ചേർന്ന കാര്യം. ആ യോഗത്തിൽ ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഭൂരിഭാഗവും നടപ്പാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായാണ് ഈ യോഗത്തെ നാം കാണേണ്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമാണിത്. ഇതിൽ ഒരു പ്രത്യേകത LDF സർക്കാരിനുണ്ടായത്, തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുടെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനം അതെത്ര കണ്ട് നടപ്പാക്കുന്നുണ്ട് എന്നത് ഓരോ വർഷവും ജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തൊരിടത്തും അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ടായിരുന്നില്ല. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു സമ്പ്രദായമുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നതാണ് LDF കണ്ടത്. അതിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചത്. അതിൽ നല്ല പുരോഗതി പൊതുവെ ഉണ്ടായിട്ടുണ്ട് എന്താണ് കാണാൻ കഴിയുക. ഇപ്പോൾ 2016 തൊട്ട് 21 വരെയുള്ള ഗവൺമെൻറ് 600 വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ നൽകിയിരുന്നത്. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അവസാന വർഷമായപ്പോൾ 2021 ഈ 600-ൽ ഏതാനും ചില വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കി എന്താണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊരു പുതിയ രീതിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കുന്നതിന് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തടസ്സമായി വരുന്നുണ്ട്. അപ്പോൾ ഫയലുകൾ തീർക്കാനുള്ള നല്ല ശ്രമം നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ
മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള താലൂക്ക് തല അദാലത്ത്, അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുക. അതും പൊതുവെ നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്തേക്ക് നീങ്ങുന്ന നില വന്നു. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികൾ നടന്നു. മൂർത്തമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തു. ഇതിനെല്ലാം പുറമെ മേഖലാതല യോഗങ്ങൾ, അത് കലക്ടർമാരും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന തലത്തിലുള്ള വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരും മന്ത്രിമാരാകെയും പങ്കെടുക്കുന്ന യോഗമാണ്. വിവിധ മേഖലാടിസ്ഥാനത്തിലാണ് ആ യോഗം നടന്നത്. പല പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ജില്ലയിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് പദ്ധതികളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണ്ട വിവിധ തലങ്ങളിൽ കിടക്കുന്ന അത്തരം പദ്ധതികൾ ഫയൽ എന്ന നിലക്ക് അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം പരസ്പര ചർച്ചയിലൂടെ പരിഹാരം കാണുന്ന നിലയാണ് ഇതിൻ്റെ ഭാഗമായി വന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമായി. ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന നിലപാടോടെ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ആ യോഗവും ചിലത് നടന്നു കഴിഞ്ഞ് ചിലത് നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണരംഗം ഇത്തരത്തിൽ സുതാര്യമാക്കാനുള്ള നടപടികളാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ മേഖലയെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അവയെല്ലാം ഈ യോഗത്തിൽ ഉയരണമെന്നാണ് ആദ്യമായും അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേർന്നതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. കാരണം ഒരു കാലത്ത് സമൂഹത്തിൻ്റേതായ എല്ലാ മേഖലകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞവരായിരുന്നു ഈ വിഭാഗം എന്നത് നമുക്കറിയാവുന്നതാണ്. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരായിരുന്നു. അവിടെ നിന്നാണ് മാറ്റങ്ങളുണ്ടായത്. ആ മാറ്റത്തിനിടയാക്കിയ ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള ഇടപെടലുകളുണ്ട്. അതെല്ലാം പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ നവോത്ഥാന കാലഘട്ടവും നവോത്ഥാന പ്രസ്ഥാനവും നവോത്ഥാന നായകരും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളി ആയാലും ചട്ടമ്പിസ്വാമി ആയാലും പൊയ്കയിൽ കുമാരഗുരു അടക്കമുള്ള മറ്റുള്ള എല്ലാവരും ഫലപ്രദമായാണ്
ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒരുപക്ഷെ അതിനു മുൻപോ അതേ ഘട്ടത്തിലോ നമ്മുടെ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിരുന്നു. മാത്രമല്ല, ചില നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെക്കാളും കരുത്ത് നേടിയതുമായിരുന്നു. പക്ഷേ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പൊതുവായ ചരിത്രം പരിശോധിച്ചാൽ കേരളമൊഴികെ മറ്റുള്ളിടത്ത് നോക്കിയാൽ അതിന് വേണ്ടത്ര തുടർച്ചയുണ്ടായില്ല. അതുകൊണ്ട് കേരളത്തിൽ കാണുന്ന തരത്തിലുള്ള സാമൂഹ്യ രംഗത്തെ പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിൽ, വലിയ തോതിൽ നവോത്ഥാന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായില്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. ജാതീയമായ വേർതിരിവും കടുത്ത ഉച്ചനീതിത്വവും എല്ലാം തുടരുന്ന അവസ്ഥ അത്തരം സ്ഥലങ്ങളിൽ തുടർന്നു. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ മാറ്റം ഇതിന് ശരിയായ തുടർച്ചയുണ്ടായി. ആ തുടർച്ച ഇടതുപക്ഷ കർഷക പ്രസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉണ്ടായതാണ്. വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ഇടപെടൽ തുടർച്ചയായി ഇവിടെ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഇവിടുത്തെ സർക്കാരുകൾ, ഇപ്പോൾ കേരള സംസ്ഥാനം ഇന്നുള്ളതുപോലെ രൂപം കൊള്ളുന്നത് 1956 നവംബറിലാണ്. 57 ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ EMS നേതൃത്വമുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ അധികാരത്തിലേറ്റുന്നു. ആ ഗവൺമെൻറ് ഈ കാര്യത്തിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. സാമൂഹ്യമായ അംഗീകാരം ലഭിക്കുന്നതിനിടയാക്കിയ ഒട്ടേറെ നടപടികൾ. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ ആഴ്ച തന്നെയാണ്, ഏതാനും ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു ഓർഡിനൻസ്, നമ്മുടെ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ്. ഇന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. കാരണം കുടിയൊഴിപ്പിക്കൽ എവിടെയും അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. പക്ഷെ അന്ന് അനേകായിരങ്ങൾ കണ്ണീരും കൈയോടെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നവരുണ്ട്. കൃഷി ചെയ്യുന്ന ഇടം, കൃഷി ചെയ്ത് വിളവെടുക്കാൻ നിൽക്കുന്നു, ആ ഘട്ടത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നവരുണ്ട്. ഒന്നും ചോദിക്കാൻ പറ്റില്ല. അന്നത്തെ ജന്മിപ്രവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് അതിന് വിധേയമായി നിൽക്കാൻ മാത്രമേ പാവങ്ങൾക്ക് കഴിയുമായിരുന്നു. അതിലേറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉണ്ടായിരുന്നു ഈ പറയുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ ഒഴിപ്പിക്കൽ നിരോധനം
പ്രാവർത്തികമായതോടെ അവരവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നങ്ങ് ഇറങ്ങേണ്ടതില്ല എന്നൊരു അന്തരീക്ഷം വന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കാർഷിക ബന്ധങ്ങളിലും ഭൂബന്ധങ്ങളിലും മാറ്റം കൊണ്ടുവരാനുള്ള നടപടികളിൽ ഈ ഗവൺമെൻറ് കടന്നത്. അന്നത്തെ കാലത്ത് വിദ്യ അഭ്യസിക്കുന്നവർ വളരെ ചുരുക്കമായിരുന്നു. കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവർ എണ്ണം കുറവ്. കുട്ടികളുടെ രക്ഷാകർത്താക്കളായിട്ടുള്ള ആളുകളും വിദ്യാഭ്യാസം നടത്തേണ്ടതിനെപ്പറ്റി പൊതുധാരണയില്ലാത്തവരായിരുന്നു. സാധാരണഗതിയിൽ പഠനം നടത്താത്തവരാണ് രക്ഷിതാക്കളും മഹാഭൂരിഭാഗം. അപ്പോൾ കുട്ടി കുറച്ചൊന്ന് വണ്ണം വെക്കുമ്പോഴേക്ക് ഏതെങ്കിലും തൊഴിലിലേക്കാക്കുക, ഇതായിരുന്നു രക്ഷിതാക്കളുടെ മനസ്സിൽ. ആ കാലത്താണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുന്നത്. ആ ഗവൺമെൻറ്റാണ് മാറ്റം കൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലം വെച്ച് നമ്മൾ കൂട്ടിയാലൊന്നുമില്ല. ഇന്നെല്ലാ സ്ഥലത്തും സ്കൂൾ നമ്മൾ കാണാനുണ്ട്. അന്ന് സ്കൂളുകൾ എല്ലായിടവും സ്ഥാപിക്കുകയാണ്. സാർവത്രിക വിദ്യാഭ്യാസത്തിന് സഹായകമായ നിലയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സൗകര്യത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അല്പം പ്രോത്സാഹനവും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻഡ്, അതുപോലുള്ള നടപടികൾക്കും തുടക്കം കുറിക്കുന്നത് ഈ 57-ലെ EMS ഗവൺമെൻറ്റാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിച്ച് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന ഹോസ്റ്റലുകൾ വ്യാപകമായി സ്ഥാപിക്കുന്നതും ആ കാലത്താണ്. അതിൻ്റെ ഭാഗമായി പഠിക്കാൻ സൗകര്യം ലഭിച്ചവരും വന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചവരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതും ഇതേ ഘട്ടത്തിലാണ്. അപ്പോൾ അത് വലിയ തോതിൽ സമൂഹത്തെ ആകെ സഹായിച്ചു എന്നാണ്. കാരണം ഫീസ് കൊടുത്ത് പഠിക്കുക എന്താണ് അതിനു മുൻപ്. അപ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതില്ല, ഫീസ് കൊടുക്കേണ്ടതില്ല, പഠിക്കാം എന്ന നില വന്നപ്പോൾ ഏത് പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുകയാണ്. പിന്നീട് വന്ന മാറ്റങ്ങളുണ്ട്. 10ാം തരത്തിൻ്റെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മാറ്റങ്ങളുണ്ട്. അങ്ങനെ സൗകര്യം ലഭിച്ചതിൻ്റെ ഭാഗമായി പഠിക്കാൻ അവസരം കിട്ടിയ, പഠിച്ചുയർന്ന ഒരുപാട് ആളുകളെ കാണാൻ നമുക്ക് കഴിയും. ഇത് ഹോസ്റ്റൽ സൗകര്യം അത് കോളേജിനോടനുബന്ധിച്ച് നഗരങ്ങളിൽ പോയി താമസിച്ച് കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞ ഒരുപാട് പേരെ കാണാൻ നമുക്ക് കഴിയും. ആളെ തൊട്ട് പറയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം ആളുകൾ ആ തരത്തിലേക്ക് കടന്നിട്ടുണ്ട്.
നമ്മുടെ 57-ലെ ഗവൺമെൻറ് നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള അവകാശം ഈ പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് നൽകുന്നതിനുതകുന്ന ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾക്കുള്ള മറ്റ് സഹായങ്ങൾ അതും നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള പിന്നീടുള്ള കാര്യങ്ങളെടുത്താൽ കർഷക തൊഴിലാളി രംഗത്തുള്ള ഇടപെടൽ, ക്ഷേമനിധി, പെൻഷൻ, വിവിധ പാർപ്പിട പദ്ധതി, ഇതെല്ലാം വലിയ തോതിൽ ആളുകളെ സഹായിച്ചിട്ടുള്ള ഒന്നാണ്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നല്ല തോതിൽ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ വേഗത കൂട്ടിക്കൊണ്ടുള്ള ഇടപെടലാണ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോഴുള്ള LDF സർക്കാർ ചെയ്യുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മുടെ രാജ്യത്ത് സഹസ്രാബ്ദങ്ങളായി അനീതികളും അക്രമങ്ങളും നേരിടേണ്ടി വന്നവരാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം. അത് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഭരണഘടനക്കകത്ത് സാമൂഹിക നീതി ഉറപ്പുവരുത്താനുതകുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിൽ ഭരണഘടന വളരെ പ്രധാനമാണ്. തിരിച്ചൊന്നാലോചിച്ചാൽ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടാൽ സാമൂഹിക നീതിയെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും എന്നത് കാണണം. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കലും അതിനെ ശക്തിപ്പെടുത്തലും ഇത്തരം ഘടകങ്ങൾ ആലോചിച്ചാൽ ഏറ്റവും പ്രധാനമാണ്. സാമൂഹ്യ നീതി അധിഷ്ഠിതമായ പദ്ധതികളെക്കുറിച്ച് ചിലർ സൗജന്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്നവർ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നൊരു കാലമാണിത്. അപ്പോൾ ഭരണഘടനാ സംരക്ഷണം പ്രധാനമാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ മേഖലയെടുത്താൽ രാജ്യമാകെ 60% ദളിതരും ഭൂരഹിതരുമാണ്. ഇവരുടെ സ്ഥിതി നോക്കിയാൽ തൊഴിലില്ലായ്മ അതീവ രൂക്ഷമാണ്. ഭരണഘടനാനുസൃതമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. രാജ്യത്തെ ജനസംഖ്യക്ക് ആനുപാതികമായി
ബജറ്റിൽ ചെലവ് ഈ വിഭാഗങ്ങൾക്ക് കണക്കാക്കണമല്ലോ. അപ്പോൾ ബജറ്റ് ചെലവിൻ്റെ 16.6% ദളിതർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ദളിത് വിഭാഗത്തിന് ലഭിക്കുന്നത് 3.4% മാത്രമാണ്. 16.6% ലഭിക്കേണ്ട സ്ഥാനത്താണ് 3.4% ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ എത്രമാത്രം വിവേചനപരമായാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് കാണേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകളിൽ കാര്യമായ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, അക്കാദമിക് ഗവേഷണ രംഗത്ത് പട്ടികജാതിക്കാർക്ക് നൽകി വന്നിരുന്ന സഹായം നേരെ പകുതിയാക്കി 50% വെട്ടിക്കുറച്ചു. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ട പ്രത്യേക വകയിരുത്തൽ നടത്താൻ ഉപകരിക്കുന്ന സ്പെഷ്യൽ കോമ്പോണൻറ്റ് പ്ലാനുണ്ട്, ട്രൈബൽ സബ് പ്ലാനുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകയിൽ വലിയ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനം നിലനിൽക്കുന്നു. ഇത് കാരണം ദളിത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിത്യസംഭവങ്ങളായി മാറുന്നു. ചില ഘട്ടത്തിൽ ആത്മഹത്യകളും സംഭവിക്കുന്നു. ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ വർഷം രാജ്യത്താകെ ദളിത് സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ ഉണ്ടായ ആക്രമണം 58,000-ഓളമാണ്. അത്രത്തോളം അക്രമ സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പൊതുമേഖലയിൽ സംവരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ നിയമനങ്ങൾ നടത്താറ്. ഇപ്പം എന്താ ചെയ്യുന്നത്? ആ നിയമനമില്ല. നിയമനം അതിൻ്റെ മുറക്ക് നടന്നാൽ മാത്രമേ സംവരണ തത്വം ബാധകമാകൂ. ആ നിയമനം നടത്താതിരിക്കുക. പിന്നെയോ കരാർ നിയമനം നടത്തുക. അതല്ലെങ്കിൽ ചില സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നിയമിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് സാമൂഹ്യനീതിയുടെ നിഷേധമാണ്. ഈ സംവരണ തത്വം അട്ടിമറിക്കപ്പെടുകയാണ്. രാജ്യത്താകെ ഇത് നടപ്പാക്കുന്നു. പല സംസ്ഥാന സർക്കാരുകൾ ഇതേ നില സ്വീകരിച്ചു പോകുന്നു. ഇപ്പോൾ കേന്ദ്ര സർവീസും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുത്താൽ 13 ലക്ഷത്തോളം തസ്തികകളാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. 13 ലക്ഷത്തോളം തസ്തികകൾ. ഈ 13 ലക്ഷം തസ്തികകളിൽ നിയമനം നടക്കാതിരിക്കുമ്പോൾ അർഹമായ പ്രാതിനിധ്യം ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സംവരണ നിഷേധം എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതിയോ? കഴിഞ്ഞ 9 വർഷം എടുത്താൽ PSC മുഖേന
2.25 ലക്ഷത്തിലധികം നിയമനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ളവയാണ്. ഇതിനു പുറമെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു അവസരത്തിൽ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട് കേരളം വേറിട്ട് നിൽക്കുന്നു എന്നതാണ് അനുഭവം. ഇപ്പോൾ ബജറ്റ് വിഹിതം അനുവദിക്കുന്നതിൽ പോലും ഇത് കാണാൻ കഴിയും. സാധാരണ നിലക്ക് ജനസംഖ്യാനുപാതത്തേക്കാൾ കൂടുതൽ ബജറ്റ് വിഹിതമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഇവിടെ നീക്കി വെക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ജനസംഖ്യാനുപാതികമായി നൽകുന്നില്ല എന്നുള്ളത്. എന്നാൽ കേരളത്തിൽ ജനസംഖ്യാനുപാതികമല്ല, അതിനേക്കാളും കൂടുതലാണ്. ഇപ്പോൾ കേരളത്തിൽ പട്ടികജാതി വിഭാഗം 9.1%, പട്ടികവർഗ വിഭാഗം 1.45%. പക്ഷേ 9.1% പട്ടികജാതി വിഭാഗത്തിന് നമ്മുടെ ബജറ്റ് വിഹിതം 9.8%. അതേപോലെ തന്നെ 1.45% പട്ടികവർഗ വിഭാഗത്തിന് നാം നീക്കിവെക്കുന്ന ബജറ്റ് തുക 2.89%. ഇത് ഏതെങ്കിലും ഒരു വർഷം സംഭവിച്ചു പോയതല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ പട്ടികജാതി വികസന വകുപ്പിന് 1355 കോടി രൂപയായിരുന്നു അനുവദിച്ചത്. അതിൻ്റെ 98% വിവിധ പദ്ധതികളിലൂടെ ചെലവഴിച്ചു എന്നതാണ് കാണാൻ സാധിക്കുക. പ്രാദേശിക സർക്കാരുകൾക്ക് വകയിരുത്തിയ SC/ST സബ് പ്ലാൻ വിഹിതമുണ്ട്. അതിൽ 85% ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വകുപ്പിന് കീഴിൽ 11 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, പട്ടികവർഗത്തിന് 22 സ്കൂളുകൾ നടത്തി വരുന്നുണ്ട്. മികച്ച പഠനേതര സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, ലാംഗ്വേജ് ലാബ്, മികച്ച പഠനാന്തരീക്ഷം, ഇതെല്ലാം MRSകളുടെ പ്രത്യേകതകളാണ്. MRSകളിലെയും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെയും വിദ്യാർത്ഥികളെ പരിശോധിച്ച് ഹെൽത്ത് കാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ തുടർ പരിശോധനകൾ നടത്തും. കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനാണ് ഇത്തരമൊരു നടപടി. 6 ലക്ഷം പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ നിലവിൽ വിവിധ സ്കോളർഷിപ്പുകൾ നൽകി വരുന്നത്. വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പ് 84 പ്രീ മെട്രിക് ഹോസ്റ്റൽ, 19 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, പട്ടികവർഗ വികസന വകുപ്പ്
110 പ്രീ മെട്രിക് ഹോസ്റ്റൽ, 10 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, ഇതെല്ലാം നടത്തി വരുന്നുണ്ട്. ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി നാം കാണേണ്ടത് പട്ടികജാതി വികസനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സ്ഥാപനമാണ്. 2014 ആരംഭിച്ച് ആ കോളേജിൽ കഴിഞ്ഞ 2016 മുതലുള്ള സർക്കാർ 56,54,00,000 രൂപ വിനിയോഗിച്ചു. അവിടെ വിവിധ പരിവർത്തനങ്ങൾക്കായി ഈ കഴിഞ്ഞ 9 വർഷം എടുത്താൽ 733,22,00,000 രൂപ ചെലവഴിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ 2014 തുടങ്ങി വന്നപ്പോൾ ചെലവഴിച്ചത് 56,54,00,000. ഇപ്പോൾ 9 വർഷം 733,22,00,000. അപ്പോൾ ഓരോ വർഷവും 100 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. അതിൽ 72 പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയാണ്. 5 ബാച്ചുകൾ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ 413 പട്ടികജാതി വിദ്യാർത്ഥികൾ, 15 പട്ടികവർഗ വിദ്യാർത്ഥികൾ. അവരൊക്കെ ഡോക്ടർമാരായി വിവിധ തുറകളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ്. അതേപോലെ തന്നെ രാജ്യത്തിനാകെ മാതൃകയായ മറ്റൊരു പദ്ധതിയാണ് പഠനമുറി. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു നേരത്തെ പഠനമുറി. 2022 മുതൽ 5 മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെയും കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 2018 മുതൽ 2025 വരെ 2 ലക്ഷം രൂപ വീതം 40,236 പഠനമുറികൾക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടികവർഗ ഉന്നതികളിൽ 364 സാമൂഹ്യ പഠനമുറികളും പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് സ്റ്റഡീസ് ഈ പദ്ധതി വഴി 842 വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത്. 731 പട്ടികജാതി വിദ്യാർത്ഥികൾക്കും 54 പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും 57 പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുമാണ് വിദേശ പഠന സ്കോളർഷിപ്പ് ലഭ്യമായത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതേപോലെ തന്നെ സിവിൽ സർവീസ് പരിശീലനം, ഇതിലും പട്ടിക വിഭാഗക്കാർക്ക് സഹായം നൽകി വരികയാണ്. നമ്മുടെ പട്ടികവർഗ മേഖലകളിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ ഉറപ്പുവരുത്തുക, കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും ഒഴിവാക്കുക, അതിനുള്ളതാണ് വിദ്യാവാഹിനി പദ്ധതി. ആ പദ്ധതിയിൽ 90 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 186 പഞ്ചായത്തുകളിലെ 689 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 25,147 വിദ്യാർത്ഥികൾ വിദ്യാവാഹിനിയുടെ ഗുണഭോക്താക്കളാണ്. ഇവിടെ സന്ദർഭവശാൽ ഓർക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ മിക്കവാറും സ്കൂളിൽ പോകുന്നവരാണ്. രക്ഷിതാക്കളും ഇപ്പോൾ നല്ല താല്പര്യത്തിലാണ് എന്ന് നമുക്കറിയാം.
പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ നാട്ടുകാരായവർ മാത്രമല്ല താമസിക്കുന്നത്. നല്ലൊരു ഭാഗം അതിഥി തൊഴിലാളികളുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ, ചില കുടുംബങ്ങളിലെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾ പഠിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പട്ടണത്തിൽ ഈ കുട്ടികൾ അലഞ്ഞു തിരിയാണ്. അപ്പോൾ കുട്ടി അലഞ്ഞു തിരിഞ്ഞ് വളർന്നാൽ വരാൻ പോകുന്നത് സാമൂഹ്യ വിരുദ്ധ സൈഡിലേക്ക് മാറും. അത് സർക്കാർ ഗൗരവമായി എടുത്ത് ഇപ്പോൾ പൊതുവായൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ആളുകളെക്കുറിച്ചൊരു പഠനം വേണം. സ്കൂളിൽ പോകുന്നവർ പോകേണ്ട പ്രായത്തിൽ സ്കൂളിൽ പോകുന്നില്ലേ? നമ്മുടെ കുട്ടികളെ മാത്രമല്ല, ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളുടെ കുടുംബത്തിലും. അപ്പോൾ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട് ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നത് നന്നാവും. അങ്ങനെ വന്നാൽ ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും. സ്കൂളിലെ അധ്യാപകർക്കും ഒരു റോൾ വഹിക്കാനുണ്ട്. ആ പ്രദേശത്തെ സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവരടക്കം കുടുംബങ്ങളിൽ പോയി കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനുള്ള ബോധവൽക്കരണം രക്ഷിതാക്കൾ നടത്തണം. ഇത് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് അത്ര ബാധകമല്ലെങ്കിലും തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വളരെ വളരെ ഒറ്റപ്പെട്ട രീതിയിൽ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ചിലയിടത്ത് കാണാനുണ്ട്. അപ്പോൾ കുട്ടികളാകെ സ്കൂളിൽ പോകുന്ന അവസ്ഥ വരുത്തണം. അതിനുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. നമ്മുടെ ഭൂരഹിതരായ പട്ടിക വിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും ഉറപ്പാക്കൽ. ഇപ്പോൾ ഭവന നിർമ്മാണത്തിനായി കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 33,058 പട്ടികജാതിക്കാർക്ക് 1,653 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. അതുപോലെ ഭൂരഹിത ഭവന പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി നേരത്തെ 55 അതിപ്പോൾ 70 ആക്കിയിട്ടുണ്ട്. വരുമാന പരിധി 1,00,000 രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകാനായി ലാൻഡ് ബാങ്ക് പദ്ധതി, നിക്ഷിപ്ത വനഭൂമി വിതരണം, വനാവകാശ നിയമം ഇവയെല്ലാം നടപ്പാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 8,919 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 8,573.54 ഏക്കർ ഭൂമി വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള നമ്മുടെ രാജ്യത്തെ ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം. അങ്ങനൊരു അവസ്ഥ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുണ്ട്. 29,139 പട്ടികവർഗ കുടുംബങ്ങളുടെ 38,581 ഏക്കർ ഭൂമിക്ക് വനാവകാശ പട്ടയം നൽകിയിട്ടുണ്ട്. ഇത് റവന്യൂ വില്ലേജിൽ ഉൾപ്പെടുത്തി കരം സ്വീകരിക്കുന്നതിനുള്ള നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. ലൈഫ് മിഷൻ മുഖേന വീട് നൽകിയത് 1,51,952 പട്ടികജാതി കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ മുഖേന വീട് അനുവദിച്ചിട്ടുണ്ട്. 45,048 പട്ടികവർഗക്കാർക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈഫ് മിഷൻ മുഖേന ആകെ അനുവദിച്ച വീടുകളിൽ 34% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. 2,500 കോടിയോളം രൂപയാണ്
ഇതിനായി നീക്കിവെച്ചത്. ഇതിനു പുറമെ പട്ടിക വിഭാഗങ്ങളിലെ അപൂർണ ഭവനങ്ങളുടെ പൂർത്തീകരണ പുനരുദ്ധാരണ പദ്ധതിയാണ് സേഫ്. ഇത് 2021 ആരംഭിച്ചതാണ്. 20,829 പട്ടികജാതി കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയിട്ടുണ്ട്. പട്ടികവർഗത്തിൽപ്പെട്ട 11,851 കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ 10,000 കുടുംബങ്ങൾക്ക് കൂടി സേഫിൽ ധനസഹായം നൽകുകയും ചെയ്യും. നാട്ടുമ്പുറങ്ങളിലെ അടിസ്ഥാന വികസന പദ്ധതിയായി അംബേദ്കർ ഗ്രാമവികസന പദ്ധതി അത് കൂടുതൽ വിപുലമാക്കുക. 15 കുടുംബങ്ങൾ വരെ താമസമുള്ള ഉന്നതികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഭരണാനുമതി ജില്ലാതലത്തിലുമാക്കിയത് പൂർത്തീകരണത്തിന് വേഗം കൂട്ടാൻ സഹായമായി. 2016 മുതൽ 1062 ഉന്നതികളിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ 9 വർഷങ്ങളിലായി 1037 കോടി രൂപ കോർപ്പസ് ഫണ്ട് ഇനത്തിൽ നൽകിയിട്ടുണ്ട്. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ആ കോഴ്സിന് യോഗ്യതാ പരീക്ഷ പാസ്സായവരിൽ 6 വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. എയർലൈൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകളിലും പരിശീലനം നൽകി വരുന്നുണ്ട്. 2022 ആരംഭിച്ചതാണ് ട്രേസ് എന്ന പദ്ധതി, ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ്. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 4044 പ്രൊഫഷണലുകൾ സർക്കാർ സംവിധാനത്തിൽ തൊഴിൽ പരിശീലനം നേടി. എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ITI, നഴ്സിംഗ്, പാരാമെഡിക്കൽ, നിയമം, ജേർണലിസം, സോഷ്യോളജി, മാനേജ്മെൻറ്റ് ഇങ്ങനെല്ലാമുള്ള മേഖലകളിൽ യോഗ്യത ഉള്ളവർക്കാണ് ഓണറേറിയത്തോടെ തൊഴിൽ പരിശീലനം നൽകുന്നത്. അതേപോലെ JDC, HDC യോഗ്യതയുള്ളവരെയും ഉൾപ്പെടുത്തി ട്രേസ് പദ്ധതി വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പ് പൂർത്തിയായവർക്കായി നടത്തിയ ജോബ് ഫെസ്റ്റിൽ 156 പേർക്ക് തൊഴിൽ, ഒഡേപെക് വഴി ITI കഴിഞ്ഞ 56 കുട്ടികൾക്ക് വിദേശത്ത് തൊഴിൽ ലഭ്യമാക്കാനായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പിൻ്റെ ദിവസങ്ങൾ വെട്ടിക്കുറക്കുകയാണ്. അപ്പോൾ പട്ടികവർഗക്കാർക്ക് ട്രൈബൽ പ്ലസിലൂടെ അധിക തൊഴിൽ ദിനമാണ് കേരളം നൽകുന്നത്. 204 കോടി രൂപയാണ് ട്രൈബൽ പ്ലസ് ചെലവഴിച്ചത്. പട്ടികവർഗ വിഭാഗത്തിലെ വനാശ്രമത്തിൽ നിന്നും 88 വനിതകൾ ഉൾപ്പെടെ 500 പേർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി സ്ഥിര നിയമനം നൽകി. സംവരണ തോതനുസരിച്ച് 25 വർഷക്കാലയളവ് നടത്തേണ്ട നിയമനങ്ങളാണ് ഇതിലൂടെ 2023 പട്ടികവർഗക്കാർക്ക് നൽകാനായത്. വയനാട് ജില്ലയിലെ സാമൂഹ്യ പഠനമുറികൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയാസ്. നഴ്സ്, എഞ്ചിനീയർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികകളിലായി പട്ടികവർഗ വിഭാഗക്കാരായ 19 പേർക്ക് ജോലി നൽകാനായിട്ടുണ്ട്. അസിസ്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ച് സാംക്രമികേതര രോഗങ്ങളും മാനസികാരോഗ്യ അവസ്ഥകളും തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള
പ്രവർത്തനങ്ങൾക്ക് 2024 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്തർദേശീയ അവാർഡ് നമുക്ക് ലഭിച്ചു. പട്ടികവർഗ സമൂഹത്തിൻ്റെ തൊഴിലുകളെ നവീകരിച്ച് വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയും നടപ്പാക്കുകയാണ്. ഇപ്പോൾ പശ്ചിമഘട്ട വനമേഖലയിലെ കുറുമ്പ വിഭാഗക്കാർ ശേഖരിക്കുന്ന കാട്ടുതേൻ സംസ്കരിച്ച് സഖ്യ ഡ്യൂ ഡിലൈറ്റ്ഫുൾ എസൻസ് ഫ്രം വൈൽഡ് എന്ന പേരിൽ വിപണിയിൽ ഇറക്കിയത് ശ്രദ്ധേയമായൊരു നടപടിയായിരുന്നു. ശർക്കര നിർമ്മാണത്തിന് പേരുകേട്ട മറയൂരിലെ ആദിവാസി കർഷകരെ ഒരുമിപ്പിച്ച് രൂപീകരിച്ച കമ്പനി മറയൂർ മധുരം എന്ന പേരിൽ വിപണിയിൽ ഇറക്കുകയുണ്ടായി. സ്ഥിരമായ തൊഴിലും വരുമാനവും ഇവർക്ക് ഉറപ്പിക്കാൻ ഈ പദ്ധതികളിലൂടെ കഴിയുന്നുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിച്ചപ്പോൾ അവയിൽ 15,000-ഓളം സംരംഭങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടേതായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 748 പട്ടികജാതി സഹകരണ സംഘങ്ങൾ, 101 പട്ടികവർഗ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ എല്ലാ ജില്ലകളിലും ഓരോ പട്ടികജാതി പട്ടികവർഗ യുവ സഹകരണ സംഘങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കും സഹകരണ ഫെഡറേഷനുമായി 22 കോടിയോളം രൂപ ഈ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പുനർജനി എന്ന പേരിൽ പ്രത്യേക പദ്ധതിയും നടപ്പാക്കി വരികയാണ്. പട്ടികജാതി പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം 1.25 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം അതും 1.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസന വകുപ്പ് രൂപീകരിക്കുന്നതിൻ്റെ സുവർണ ജൂബിലി വർഷമാണിത്. സുവർണ ജൂബിലിയുടെ ഓർമ്മ നിലനിർത്തുന്ന വിവിധ പദ്ധതികളും നൂതന സാങ്കേതിക വിദ്യയുടെ വ്യാപനവും പട്ടികവർഗ സമൂഹത്തിന് ഗുണകരമാകും വിധം ആവിഷ്കരിക്കും. നവകേരളത്തിൻ്റെ വികസന വഴികളിൽ പട്ടിക വിഭാഗക്കാർ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കണം. അതിന് നിരവധി പുതിയ പദ്ധതികളാണ് സർക്കാർ ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയ്ക്കൊപ്പം പട്ടിക വിഭാഗങ്ങളുടെ ഉന്നമനവും സാധ്യമാക്കുന്നതിനാണ് സമൃദ്ധി കേരളം എന്ന പദ്ധതി നടപ്പാക്കി വരുന്നത്. ഇതിലൂടെ 5000 സംരംഭങ്ങൾ ഈ വർഷം ആരംഭിക്കാനാവും. ഈ സംരംഭങ്ങളുടെ മൂലധന നിക്ഷേപത്തിൽ 20% സർക്കാർ ഗ്രാൻറ്റായി നൽകും. ഓരോ ജില്ലയിലും മാതൃകാ അംബേദ്കർ ഗ്രാമങ്ങൾ നിർമ്മിക്കും. 15-ൽ താഴെ കുടുംബങ്ങളുള്ള ഉന്നതികളിലും അംബേദ്കർ ഗ്രാമ പദ്ധതികൾ നടപ്പാക്കും. പണിയാ സമൂഹത്തിൻ്റെ വികസനത്തിനായി പുതിയ പാക്കേജ് ആവിഷ്കരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും ചർച്ച ഉയർന്നു വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാവസായിക രംഗത്ത് കേരളം മുന്നേറ്റങ്ങൾ കൈവരിക്കുമ്പോഴും സംരംഭകരുടെ എണ്ണത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജനസംഖ്യാനുപാതികമായ പങ്ക് കാണാനാവുന്നില്ല. സർക്കാർ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, ഗ്രാൻറ്റുകൾ നൽകുന്നുണ്ട്, എല്ലാ പിന്തുണയും ഉറപ്പാക്കും. പുതിയ ആശയങ്ങളുമായി സംരംഭകരെ ആ മേഖലയിലേക്ക് നയിക്കാനുള്ള മുൻകൈയാണ് എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടത്.
വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളുണ്ട്. അതിനാനുപാതികമായ നേട്ടങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുക, ഇത് ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഏറെ അനിവാര്യമായിട്ടുള്ളതാണ്. അതുറപ്പാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിതർക്ക് ഭൂമി ഉറപ്പാക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മുത്തങ്ങയിലുള്ളവർക്ക് പട്ടയം ലഭ്യമാക്കിയിട്ടുണ്ട്. ചെറ്റച്ചെല്ല് തിരുവനന്തപുരത്ത് 20 വർഷമായി നടന്നു വന്ന ഭൂസമരം പരിഹരിക്കാനായി ഭൂസമരങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനോട് സഹകരിക്കാനും ശാശ്വത പരിഹാരം കൊണ്ടുവരാനും എല്ലാവരും ഓരോരുത്തരും മുൻകൈ എടുക്കണം. ഡിജിറ്റൽ ഓൺലൈൻ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ-ഫോൺ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഉൾനാടുകളിൽ പോലും ഇൻ്റർനെറ്റ് എത്തുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാവണം. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾക്ക് ആക്കം കൂട്ടുന്നതിനുള്ള ചർച്ചകളുണ്ടാവണം. ഇപ്പോഴും പാർശ്വവൽകൃത വിഭാഗങ്ങളിൽപ്പെട്ട പലരും പൊതുസമൂഹവുമായും പൊതുധാരയുമായും കലർന്നൊഴുകുന്നതിന് വിമുഖത കാണിക്കുന്ന ചിലരുണ്ട്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും പ്രകടമാണ്. ഇതൊരു വിടവാണ്. ഈ വിടവ് എങ്ങനെ നികത്താം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പാരമ്പര്യമായ തനതറിവുകൾ, സംസ്കാരം, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹികമായും സാംസ്കാരികമായും മുഖ്യധാരയുമായി കലർന്നൊഴുകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരസ്പര ബന്ധപ്പെടൽ സാധ്യമാകേണ്ടതുണ്ട്. അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം, ആ ചർച്ചയും ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ചർച്ചയിലൂടെ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എല്ലാവരും ഇതുമായി സഹകരിച്ചുകൊണ്ട് വിശദമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന തരത്തിൽ മുന്നോട്ട് വെക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.